എന്തേ ഷൈന മുതലാളി ഇന്ന് നേരത്തെ ആണല്ലോ? ചേച്ചി ഇന്നലെ കുറച്ച് കണക്ക് നോക്കാണ്ടായിരുന്നു, അപ്പൊ കിടക്കാൻ ലേറ്റ് ആയി പോയി. ഓ, അപ്പൊ എണീക്കാനും വൈകിപ്പോയി അല്ലേ? ഇരിക്കി ബാ കഴിക്ക് ഇഡലി. എന്താടി? അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ ചേച്ചി. ഈ IAS എഴുതാനേ എന്താ വേണ്ടേ? IAS എഴുതാനോ? IAS എഴുതാൻ ആദ്യം തലയിൽ ആൾതാമസം വേണം, അതായത് വിവരവും വിദ്യാഭ്യാസവും വേണം. കുമാരി എഴുതാൻ പോവാ? അങ്ങനെ അവളെ എഴുതണേ. അവള് +2 പാസ്സായിട്ടില്ലല്ലോ. IAS എഴുതണെങ്കിലേ ഡിഗ്രി വേണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ പരീക്ഷ പാസ്സാവണം. ഒരുപാട് പണിയുണ്ട്. അപ്പൊ +2 പാസ്സാവണല്ലേ? പിന്നെ അല്ലാതെ എങ്ങനെയാണ് ഡിഗ്രിക്ക് പോവാ? ഡിഗ്രി പാസ്സാവണം, എന്നിട്ട് ഇതിന്റെ പരീക്ഷയുണ്ട്, അതൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാവണം. അല്ലേ ഈ IAS എന്ന് പറഞ്ഞാലേ കളക്ടർ ആവാനുള്ള പഠിത്തല്ലേ? അപ്പൊ നന്നായി കഷ്ടപ്പെടണം. ചേച്ചിക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കുമാരിക്കായിരുന്നു. എന്നിട്ട് പഞ്ചായത്തിൽ മുഴുവൻ സ്വീകരണമായിരുന്നു അല്ലേ? ഞാന് സൊസൈറ്റിയിലേക്ക് പോകുമ്പോഴേ പൊന്നാടെ കിട്ടി നിക്കണ കുമാരിയെ കാണാം, എന്നെ വന്നിയില്ല. അപ്പൊ അപ്പുണ്ണിന് എന്തെങ്കിലും കിട്ടിയോ? പുണ്യേട്ടന് പൊന്നാട കിട്ടിയിട്ടുണ്ട്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ മുട്ട മേടിച്ചതിന്. അതെ, കളിയാക്കൊന്നും വേണ്ട കേട്ടോ. ഈ വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ മനുഷ്യർക്ക് വേണ്ട ഒരു സാധനമുണ്ട്. എന്താ അറിയോ? വിവേകം. അതുണ്ട് എനിക്ക്. അങ്ങനെയല്ല പുണ്യേട്ടാ, ഈ സ്ത്രീകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെങ്കിലേ ഒരു നിലയ്ക്കേ ഉള്ളൂ. അങ്ങനെ പറയരുത് കുമാരി. അപ്പൊ കുമാരിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ കുമാരിക്ക് ഞാൻ നിലയും വിലയും തരുന്നത്? ഇപ്പൊ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ എനിക്ക് നിലയും വിലയും തരുന്നുണ്ടല്ലോ ആൾക്കാര്. ഓ അപ്പുണ്ണേട്ടാ, ഞാൻ പറഞ്ഞ എന്താ അറിയോ? സ്ത്രീകൾക്ക് വിവരവും വിദ്യാഭ്യാസവും അത്യാവശ്യമാണ്. അതിന്റെ കൂടെ നല്ലൊരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല നിലയും വിലയും ഉണ്ടാവുന്ന. അത് കറക്റ്റ്. ഇപ്പതാ ഷാഹിന, അവൾ ഈ കേബിൾ ടിവിയുടെ ജോലിക്ക് പോകുന്നോണ്ടല്ലേ അവക്കൊരു വിലയുള്ളത്. ഇതിന് മുമ്പ് വരെ അവളെ പറ്റി നാട്ടുകാർ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ടാർപോളിൽ ഒളിച്ചു വന്ന പെൺകുട്ടിന്ന് അല്ലേ? ഒളിച്ചോടിയ പെൺകുട്ടിന്നല്ലേ നിന്നെ പറ്റി പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇതിന്റെ കൂടെ നിനക്ക് നല്ല വിദ്യാഭ്യാസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നല്ല നിലയും വിലയുണ്ടല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇവിടത്തെ കാര്യം നീ ആലോചിക്കും. ഇവിടെ എല്ലാവർക്കും എന്ത് സംശയം വന്നാലും ആദ്യം ആരെടുത്താ വരുന്നത്? എന്റെ അടുത്തല്ലേ. കാര്യം എന്താ? എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്. ഒരു തുണ്ട് കടലാസ് കിട്ടിയാൽ വരെ വരൂ, കുമാരി ഇതെന്താന്നൊന്ന് നോക്കിയിട്ട് പറയൂന്ന് പറഞ്ഞിട്ട് ഇല്ലേ? ഇപ്പൊ നീ IAS എങ്ങനെ കിട്ടാന്ന് ചോദിക്കാൻ ആരെടുത്താന്ന്? കുമാരി ചേച്ചിയുടെ അടുത്ത്. അതെന്തുകൊണ്ടാ? ചേച്ചിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അല്ലേ? അല്ലാതെ അപ്പുണ്ണിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. പശുവിന്റെയോ ചാണകത്തിന്റെയോ കാര്യമാണെങ്കിൽ അപ്പുണ്ണിയുടെ അടുത്ത് പോയി ചോദിക്കാം. എന്തായിരുന്നു ഇപ്പൊ IASന്റെ കാര്യം ചോദിച്ചേ? ഒന്നല്ലേ ചേച്ചി, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. സംശയിച്ചു നോക്കുന്നത്? അല്ലടി, ഇത് തന്നെയാണ് വീട്? പഠിപ്പുരമുള്ള വീടെന്നല്ലേ പറഞ്ഞത്? അതെ. വരുന്ന വഴിക്ക് നമ്മൾ പഠിപ്പുരമുള്ള വീട് വല്ലതും കണ്ടോ? ഇല്ല. അപ്പൊ ഇത് തന്നെ ആയിരിക്കും. ചോദിച്ചു നോക്കാം. ഹലോ ഹലോ ഹലോ. ആരാ? അങ്കിളെ, ഷാഹിനയുടെ വീട് ഇതാണോ? അതെ. ആരാ? ഞങ്ങൾ ഷാഹിനയുടെ ഫ്രണ്ട്സാ. അത് ശരി. ഓ, എന്റെ പേര് തീർത്ത. ഞാൻ ആര്യ. ഞാൻ ഷാഹിനയുടെ അമ്മാവനാ. പങ്ക്യാമെന്ന് പറയും. അങ്കിളെന്നൊന്നും വിളിക്കണ്ട കേട്ടോ, പങ്ക്യാമെന്ന് വിളിച്ചാൽ മതി. പങ്ക്യാമ ഷാഹിനകത്തില്ലേ? ഇവിടെ ഉണ്ട്. ഷാഹിന കുട്ടിയേ, ഷാഹിന ഒന്നിവിടെ വരൂ. ഭയങ്കര നാണക്കാരിയാണേ. ആര്? ഷാഹിനെയോ? അമ്മാവനൊപ്പം ഷാഹിനെ വേണ്ടത്ര പരിചയമില്ലല്ലേ? എന്നോടേ ബഹുമാനം. കാണാൻ
കാണുന്നില്ല. അത് വരും, പള്ളിയിലാവും എന്തെങ്കിലും വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ. ആണല്ലേ? ഉമ്മറത്തേക്ക് അങ്ങനെയൊന്നും വരില്ല, വൃത്തിയായിട്ടേ വരുള്ളൂ. ആ ആ എടി മൈലാഞ്ചി, നീ എന്താ നോക്കി നിക്കണേ? നിനക്ക് മനസ്സിലായില്ല ഞങ്ങളെ? ഇത് എത്ര നാളെ കണ്ടിട്ട്. നീയല്ലേ ഞങ്ങളെ ഇട്ടിട്ട് പോയത്? ഒന്ന് പോടി അവിടുന്ന്. പങ്കാമ്മ, ഇതെന്റെ കൂട്ടുകാരാ. ഇത് തീർത്ത ഇതാര്യ. ഞങ്ങള് പരിചയപ്പെട്ടുപോയി. അതെ, ഇത് എന്റെ അമ്മാവനാ. പങ്കിയമ്മാവനല്ല, ഞങ്ങള് നേരത്തെ പരിചയപ്പെട്ട്. അതും പരിചയപ്പെട്ടു. ഇതൊന്നും ഇപ്പൊ എത്ര സമയം വേണ്ടല്ലോ. അമ്മാവൻ എന്ത് ചെയ്യുക? അമ്മാവനെ പൊതുപ്രവർത്തകനാ. അടുത്ത MLA സ്ഥാനാർത്ഥി എടുത്തേ. ചെലപ്പോ നിർബന്ധിക്കണ്ട് അന്ന് കണ്ട. ആദ്യം കൈ ഇങ്ങോട്ട് തന്നെ. എന്തിന്? കൺഗ്രാചുലേഷൻസ്. എന്റെ കൺഗ്രാറ്റ്സ്. എന്തിനാടി? എടി, വിപ്ലവകരമായ കല്യാണം നീ കഴിച്ചില്ലേ? അതോ? എവിടുന്ന് കിട്ടിയടി ഇത്രയും ധൈര്യം? ആ അതെ, എന്റെ മരുമകൻ കൊടുത്ത ധൈര്യ. അതിപ്പോ ഒരു ടാർപ്പാളയും ഒരു ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ആ കഥ നിങ്ങൾക്ക് അറിയോ? അറിയില്ലേ? എന്നാ ഞാൻ പറഞ്ഞുതരാം. വാ വാ. പങ്കാമന് പാർട്ടി ഓഫീസിൽ പോണ്ടേ? എന്നാ പോക്കോ. ഈ കഥ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് പോയാ പോരെ? ഈ കഥയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം ഇവർക്ക്. പോയിട്ട് വന്നിട്ട് നമുക്കൊന്ന് കാണണം. പിന്നെ അതെ, കഥ ചോദിച്ച് മനസ്സിലാക്കിട്ട് പോയാ മതിട്ടോ. ചെല്ല്. കുട്ടികളെ നടന്നു വിട്ടുവിട്ടോ. അതൊക്കെ ചുമ്മാ അമ്മ പറയുന്നതല്ലേ. ചുമ്മാ മോളെ, നല്ല ഐശ്വര്യമുള്ള കുട്ടികളെ, പക്ഷെ കുട്ടിയുടെ പാന്റ് കീറിയുണ്ട്. അത് അറിഞ്ഞിട്ടില്ലേ തോന്നുന്നു. ഒന്നും മിണ്ടാതിരിക്കന്റെ പങ്കിയാമോ. എന്തേ? അതിപ്പോഴത്തെ സ്റ്റൈലാ. അതെയാ? എന്താടി? ഒന്നുമില്ലടി, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന് ചോദിക്കായിരുന്നു. അമ്മ മേടിക്കണ്ട, ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്നുള്ള ടോർപ്പുകളുടെ ഒക്കെ കാര്യം പറഞ്ഞു നിൽക്കുവല്ലേ. അല്ലാതെ അവർക്കൊരു നേരം പോക്ക് വേണ്ടേ? നിങ്ങളുടെ കല്യാണ ആൽബം കാണിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നോക്കിയാ നിങ്ങളിതാ കേറ്. എടി, അടിപൊളി വീടാണല്ലോ. പിന്നെ പഴയ തറവാടൊക്കെ അല്ലേ. ഓട് കയറിയിട്ടില്ലേ? ഭാഗ്യം. ഓ ഒരു സ്റ്റൈലേ. നീ എന്ത് കുടിക്കുന്നില്ലേ? എന്റെ കുടിക്കണ്ട്. എടി, അവളെ വീടിന്റെ ഭംഗി മുഴുവൻ നോക്കിയിരുന്നിട്ട് കുടിക്കുന്ന കാര്യം വരെ മറന്നു. അല്ലടി, നീ എപ്പോഴാ ദുബായിന്ന് വന്നേ? എടി, ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ആ എടി, നമ്മുടെ അരുന്ധതി ഇല്ലേ? ഞാൻ അവളെ വിളിച്ചായിരുന്നു. അപ്പൊ അവളെ പറഞ്ഞു നീ ഇവിടെ താമസിക്കുന്നേന്ന്. ഞാനേ ഈയിടെ ഒരു ദിവസം അവളുടെ വീട്ടിൽ പോയി. അവളുടെ വീടാന്ന് അറിയാതെ പോയതാ. അപ്പൊ അവളെ കണ്ടായിരുന്നു. ആണോ? അവളിപ്പോ എന്തോ വില്ലേജിലല്ലേ വർക്ക് ചെയ്യണേ? ആ, വില്ലേജിലെ വർക്ക് ചെയ്യും. പിന്നെ ഇവളെ ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. അല്ലടി, നീ എന്താ ഇപ്പൊ ചെയ്യുന്നേ? ഞാനിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റിലുണ്ട്. BSc. മനസ്സിലായി. അല്ല, നീ ഭയങ്കര ബിസിനസ്സുകാരിയാണെന്നൊക്കെ അറിഞ്ഞല്ലോ. പോടി അവിടുന്ന്. ബിസിനസ്സുകാരി. അമ്പിളിക്ക് ഗൾഫിൽ പോയപ്പോ കേബിൾ ഓഫീസ് നോക്കി നടത്തുന്നതാണോ ബിസിനസ്? ആ, അതൊരു ബിസിനസ് അല്ലേ? എന്തായാലും ഒരു ജോലിയല്ലേ? അല്ലേടി? പിന്നല്ലേ? വിചാരിക്കുന്ന പോലെ അല്ലടി, ഭയങ്കര പാടാ. നമ്മളെപ്പോഴും കേബിളിന്റെ പൈസ പിരിക്കാൻ പോണം. ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ അപ്പ ചെല്ലണം. മൊത്തത്തിൽ ടെൻഷൻ പിടിച്ച പണിയാണേ. ജോലി എന്ന് പറഞ്ഞാൽ പിന്നെ ടെൻഷൻ ഉണ്ടാവത്തില്ലേ? അതുണ്ടാവും. എന്നാലും എന്തെന്നാലും ഒന്നുമില്ല. വെള്ളം കുടിച്ചേ. കുടിക്കാം. കുമാരേച്ചി, വാവിപ്പൊ ഉറങ്ങിയുള്ളൂ. ചേച്ചി, ഇത് എന്റെ കൂടെ +2 പഠിച്ച കൂട്ടുകാരാ. ഇത് തീർത്ത അതാര്യ. അത് ശരി. എടി, ഇത് എന്റെ ചേച്ചിയാ, കുമാരീച്ചി. ചേച്ചി എന്ന് പറയുമ്പോ? ചേച്ചി എന്ന് പറഞ്ഞാ എന്റെ അമ്പിളിക്കയുടെ ചേട്ടന്റെ ഭാര്യ. എപ്പോഴാ വന്നേ? ഇപ്പൊ എത്തിയുള്ളൂ ചേച്ചി. ആണോ? എന്ത് ചെയ്യണു? ഞാൻ ദുബായിലാ. ഞാൻ അവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഓ അത് ശരി. താനോ? ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റിലുണ്ട് ചേച്ചി. PSC. എനിക്ക് അഡ്വൈസ് മെമ്മോ വന്നിരിക്കുക. ആണോ? താലൂക്ക് ഓഫീസിലെ എപ്പോ വേണമെങ്കിലും പോസ്റ്റിംഗ് ഉണ്ടാവാം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എക്സാം കുറച്ച് ടഫ് ആയിരുന്നു ചേച്ചി. പിന്നെ +2 കഴിഞ്ഞ് ഉടനെ പ്രിപ്പയർ ചെയ്താലും കുഴപ്പമുണ്ടായില്ല.
അതാണ് ബുദ്ധി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര പ്ലാനിങ് ആ ജോലി കിട്ടാൻ വേണ്ടിട്ടേ. അതല്ലേ ഇപ്പൊ താന് നേരത്തെ പഠിത്തം തുടങ്ങിയത്. അതെ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരൊക്കെ ഭയങ്കര ബോധമാണ് എഡ്യൂക്കേഷനില്. അല്ല, അത് വേണം മോളെ. നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിലല്ലേ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുള്ളൂ. അത് മാത്രല്ല, സമൂഹത്തിൽ നമുക്കൊരു വില വേണമെങ്കിലേ ഒരു ജോലിയും വേണം, വിദ്യാഭ്യാസവും വേണം. അല്ലെങ്കിൽ പുല്ല് വിലയാ. അതെ. അല്ല ഷൈന, നീ പ്ലസ് ടു ഒരു പേപ്പർ തോറ്റില്ലായിരുന്നാ? അത് എഴുതിയെടുത്താ? എഴുതാൻ പറ്റിയില്ല. എന്താ? ഓരോ തിരക്കായി പോയി. അയ്യോ, അവള് ഭയങ്കര തിരക്കിലല്ലായിരുന്നോ? അമ്പിളിയെന്നെ പ്രേമിക്കണം, പിന്നെ ടർപ്പായ പൊതിഞ്ഞ് ഇവിടെ വരണം, പിന്നെ ഇവിടുത്തെ അമ്മയുടെ വായിരിക്കണം മുഴുവൻ കേൾക്കണം. അങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു. കുമാരി, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? പിന്നല്ലാതെ ഞാൻ പറയും. ഇവളുടെ അടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയാമോ ആ പോയ പേപ്പർ എഴുതിയെടുക്കാൻ. പഠിക്കാൻ പറഞ്ഞ അവള് കേൾക്കില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവൾക്ക് എന്നോട് ചോദിക്കാലോ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് വേറെ എവിടെ കിട്ടും അവക്ക്? അപ്പൊ അവൾക്ക് പഠിക്കാൻ കഴിയില്ല. അവക്ക് എന്താന്ന് വെച്ചാൽ 4 നേരം കഴിക്കണം, കിടന്നുറങ്ങണം, അതേ ഉള്ളൂ. പിന്നല്ലാതെ ഇവളോട് ഒരു 110 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൊള്ളാം, സ്വന്തം കാലിൽ നിൽക്കാം. ഇനി ഒന്നും വേണ്ട, വിദ്യാഭ്യാസമുള്ള പെണ്ണ് എന്ന് പറയുമ്പോ അത് തന്നെ ഒരു വിലയല്ലേ. അതൊന്നും അവക്ക് കേൾക്കണ്ട. മറ്റേത് അമ്പിളിയേട്ടനുള്ളപ്പോ 5 മിനിറ്റ് അമ്പിളിയേട്ടനോടെങ്കിലും വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ അതും ഇല്ലല്ലോ. കഴിക്ക ഉറങ്ങ, കഴിക്ക ഉറങ്ങ തന്നെ. ചേച്ചി കുഞ്ഞുണരും. കുഞ്ഞുണരും ഇപ്പൊ. അവൻ എണീറ്റ് എന്നെ വിളിച്ചോളും. കണ്ട, ഇതാണ് ഇവളുടെ പരിപാടി. എന്തേലും കാര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിൽ അങ്ങത്തിരിക്കും. ചേച്ചി അങ്ങനെ തന്നെ കൊറേ പറയൊന്നും വേണ്ട. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ടല്ലോ, കേബിൾ ഓഫീസ് ഞാനല്ലേ നോക്കുന്നേ. അയ്യോ, അതിന്റെ കാര്യമൊന്നും പറയാത്തതാ നല്ലത്. അമ്പിളിയേട്ടൻ ഇവിടെ ഉള്ളപ്പോഴേ അത് നഷ്ടത്തിലാ. അമ്പിളിയേട്ടന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ പോകുന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. പിന്നെ തുടങ്ങി വെച്ചതല്ലേന്ന് ഓർത്ത് ഇവൾ അതിന്റെ പുറകെ നടക്കണം, അത്രേ ഉള്ളൂ. ഡി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൂടെ പഠിച്ച പിള്ളേരല്ലേ ഇത്? അവരൊക്കെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, നല്ല ജോലിയായി. അല്ല, കല്യാണം ആയിട്ടില്ല. ഞാൻ ജോലിന്ന് പെർമനന്റ് ആയിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചിരിക്കും. അതാണ് മോക്കോ. ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. കണ്ടോ, അതാണ് ബുദ്ധിയുള്ള പെൺകുട്ടികള്. സ്വന്തമായിട്ട് ജോലിയും വേണം, വിദ്യാഭ്യാസം വേണം. അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. എന്നാലല്ലേ നമുക്ക് അല്ലേ ചെന്ന് വീട്ടിലും നമുക്കൊരു വില ഉണ്ടാവൂ. ഇല്ലെങ്കിൽ ഒരു വിലയും കിട്ടില്ലാന്നേ. അതൊരു സത്യമായിട്ടുള്ള കാര്യാ. ഇപ്പൊ തന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാന് ഷാഹിനെ കണ്ടോ, അവൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? +2 തോറ്റ് ദേ ഈ കപ്പുറത്തും നിന്ന് വീട്ടിൽ ഇരിക്കാന്ന് പറയാം. ചേച്ചി ഒന്ന് നിർത്തണ്ട ചേച്ചി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യല്ലേ, അന്യരോടൊന്നും അല്ലല്ലോ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ മോളെ. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ? അതെ, ചേച്ചി പറഞ്ഞ കറക്റ്റ്. ബാക്കി കൂടി പറയും. ഇനി മതി, ബാക്കി പിന്നെ പറയാം. എന്തായാലും കഴിച്ചിട്ടൊക്കെ അല്ലേ പോവുള്ളൂ. അപ്പൊ നമുക്ക് ആ സമയത്ത് പറയാം ബാക്കി. കഴിക്കേ. ഡീ, നീ കഴിക്കുന്നില്ലേ? കപ്പുറത്തുനിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. കഴിച്ചു. അതെ, വാവ എണീറ്റിട്ട് കാണാട്ടോ. അല്ലെങ്കിൽ ഉറക്കം മതിയാതെ എണീറ്റ ഭയങ്കര കരച്ചിലായിരിക്കും. പിന്നെ എനിക്ക് ഒന്നും നിങ്ങളോട് വർത്താനം പറയാൻ പറ്റില്ല. ചേച്ചി ഇനി കൂടുതലൊന്നും പറയാത്തതാ നല്ലത്. അതെ, ഞാൻ എവിടെയോ. വാപ്പ, എന്റെ ഫ്രണ്ട്സ് +2 കൂടെ പഠിച്ചേ തീർത്ഥകാര്യം. നിങ്ങൾ ഇവിടെ വന്നാ? എന്റെ പടച്ചോന്, ഇതെങ്ങനെ തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി? എന്താ മജീദക്ക? എന്താന്നോ എന്റെ കുമാരി, ഈ നിൽക്കുന്ന സാധനങ്ങൾ ഏതാ മുതലെന്ന് അറിയാവോ? നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടാണോ വന്നേ? ഇല്ല ചേച്ചി. കുമാരി എന്തിനാ ഇവര് ഇവിടെ പിടിച്ച് കയറ്റി നിർത്താൻ പോയത്? വാപ്പ എന്ത് പറഞ്ഞു? വാപ്പ മിണ്ടരുത് നീ. എന്താ കാര്യം എന്നൊന്ന് പറയേ. കാര്യം എന്ന് പറഞ്ഞാ കുമാരി, +2 പഠിക്കണ സമയം. അതിന് മജീദക്കാടെ കാലത്ത് +2 ഉണ്ടോ? കുമാരി, എന്റെ കാര്യമല്ലെന്ന്. എന്റെ മോള് ഷാഹിന, എവള് +2 പഠിക്കണ സമയം. ഒരു ദിവസം ഒരു ഉച്ചയായപ്പോ ഇതുങ്ങളെല്ലാം കൂടെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് പറഞ്ഞു എവരെ കണക്ക് കൊടുപ്പിക്കണ മാഷൻ, പ്രഭാര മാഷൻ ആക്സിഡന്റ് ആയി കാണാൻ പോണോന്ന്. എവള് എന്റെ 200 രൂപ മേടിച്ചോണ്ട് ഇവരെന്ത് ചെയ്ത് പ്രഭാര മാഷിനെ കാണാൻ പോയി. ഞാനങ്ങനെ കുറച്ചേരം ഇരുന്നപ്പോ ആലോചിച്ചു, മോളെ പഠിപ്പിക്കണ കണക്ക് മാഷാണല്ലേ, അപ്പൊ ഒരു വാപ്പാന്നുള്ള രീതിയിൽ നമ്മൾ പോവാതിരുന്നാ ശരിയാവൂലല്ല എന്ന് വെച്ച് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ആശുപത്രിയിൽ നേരെ അങ്ങ് ചെന്നപ്പോ അവിടെ പ്രഭാര മാഷില്ല. അപ്പൊ ആക്സിഡന്റ് അല്ലേ, ചിലപ്പോ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി കാണും. ഞാൻ അവിടെ ചെന്നപ്പോ അവിടുത്തെ പ്രഭാര മാഷിന്റെ ഭാര്യ അവിടെ ഉമ്മറത്തിരിപ്പുണ്ട്. ഞാൻ ചെന്ന് ചോദിച്ചു, പ്രഭാര മാഷിന് എങ്ങനെയുണ്ട്? ഒറ്റ ആട്ടായിരുന്നു.
ആ ആട്ടിലുണ്ടല്ലോ എന്റെ കയ്യിരുന്ന ഓറഞ്ചോ ആപ്പിളോ ഒക്കെ 4 പിടിക്ക് തെറിച്ചുപോയി. പ്രഭാകരൻ മാഷ് അവിടെ തടിപൊടി പോലെ നിൽക്കുന്നു. ആ പ്രഭാകരൻ മാഷിന് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് പ്രഭാസിന്റെ സിനിമ കാണാൻ പോയോരാ ഈ നിൽക്കുന്നേ. എവിടുമാരെന്നെ പറ്റിക്കായിരുന്നു. അതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴതല്ലേ. സ്കൂളിൽ പഠിക്കുമ്പോ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു പ്രാവശ്യമാണെങ്കിൽ നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. ഇത് ഒന്നല്ല, എത്രയോ പ്രാവശ്യം എന്തെല്ലാം പറഞ്ഞ് എന്നെ പറ്റിച്ചിരിക്കുന്നു. അല്ല അതൊക്കെ ഇപ്പൊ അവര് വലുതായി ജോലിയായി, അതൊക്കെ വിട്ടുകളാൻ മജീദ്. എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റൂല. കാരണം എന്റെ ഗൽബ് അത്രയും വേദനിച്ചിട്ടുണ്ട്. ഷൈന, എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് പോവാൻ പറ. അയ്യോ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഷൈനയുടെ വാപ്പയില്ലേ മജീദ് വീണ്ടും കല്യാണം കഴിച്ചു. വാപ്പ വീണ്ടും കല്യാണം കഴിച്ചാ? ആ എന്ത് സുന്ദരിയാന്നറിയോ ഭാര്യ. സുന്ദരിയാ? ഇങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും തമ്മിൽ ഭയങ്കര ചേർച്ചയാ. എല്ലാരും പറയും പുറത്തിറങ്ങുമ്പോ നാട്ടുകാർ. അല്ല ആളെവിടെ? തൃപ്പൂണിത്തറ. ഞാനും സുലുവും കൂടെ ഒരു സിനിമ കാണാൻ വേണ്ടി പോയതാ. പുതിയ സിനിമ ഇറങ്ങിയേക്കുമല്ലേ. അവിടെ ചെന്നപ്പോ ഹൗസ്ഫുള്ള്. ചോദിച്ചപ്പോ പറയാ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യണോ. അങ്ങനെ ഞാൻ സുലുവിനെ അവിടെ നിർത്തിയിട്ട് വന്നതാ. മോളെ അടുത്ത ഷോക്ക് 2 ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്തേ. അപ്പൊ വാപ്പ സിനിമ ഇറങ്ങിയതാ? ഞാൻ നിങ്ങളെ പോലെ നുണ പറഞ്ഞ് സിനിമയ്ക്ക് പോവാറില്ല. സത്യസന്ധമായിട്ട് എല്ലാരോടും പറഞ്ഞിട്ടേ പോവാറുള്ളൂ. കേട്ടോ കുമാരി, ഞാൻ ഇപ്പൊ തന്നെ എന്റെ തളർന്നു കിടക്കുന്ന ഉമ്മാടെ അടുത്ത് വരെ സിനിമയ്ക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ടാ ഇറങ്ങിയത്. മളെ പെട്ടെന്ന് ബുക്ക് ചെയ്യും. വാപ്പയ്ക്ക് ഇന്നത്തേക്കുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തുതരാം. നേരെ തിയേറ്ററിലോട്ട് വിട്ടോ, ഞാൻ ഫോണിലോട്ട് അയച്ചാ പോരെ? എനിക്ക് അത്രക്ക് വിശ്വാസം പോരാ. നീ തിയേറ്ററിലേക്കെന്നും പറഞ്ഞ് ബുക്ക് ചെയ്യുന്നതേ 2 ടിക്കറ്റ് കുതിരവട്ടത്തേക്കായിരിക്കും. അല്ല ബാപ്പ, ബുക്ക് ചെയ്ത് തരാം. കുതിരവട്ടത്തേക്ക് അല്ല സിനിമക്ക്. അല്ല നിങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ അങ്ങ് ദുബായിൽ ഒരു IT കമ്പനിയില്ല. ഇതോ? എനിക്ക് സർക്കാർ ജോലി കിട്ടാൻ പോകുന്നു. അപ്പം ഒരാള് നാട്ടിലുണ്ട്. സമാധാനം തരൂല. വാപ്പ ഒന്ന് പോയേ വാപ്പ. ഉമ്മേനെ അവിടെ തിയേറ്ററിന് മുമ്പ് നിർത്തിയിട്ടല്ലേ വന്നേ. ഉമ്മ കൂടുതൽ നേരം അവിടെ നിന്നാലേ തിയേറ്ററുകാർ ഷോ വരെ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അയ്യോ അത് നേരാ. കുമാരി ഞാനങ്ങോട്ട് അല്ലേട്ടെ. പിന്നെ ഒരു കണ്ണ് വേണേ. ഇവരുടെ മേലല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോ അതിന്റെ മേലൊരു കണ്ണ് വേണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സമാധാനം തരൂല. നീ ക്ലാസ് കിട്ടിയത് സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ടല്ലേ? പോയിട്ടുണ്ട്. വെറുതെ അല്ല +2 തോറ്റുപോയത്. ചേച്ചി ഇനി അത് പറഞ്ഞോണ്ടല്ലോ കൊല്ലും ഞാൻ. ഒരുപാട് പഴയ കഥ പറയണ്ടാവും. ചെല്ലേട്ടാ, ഞാൻ വാവൊന്ന് നോക്കിട്ട് വരാം. ഇതൊക്കെ ആരടി? ഇതാണ് എന്റെ അമ്പിളിക്ക. സുന്ദരനാണല്ലേ? സുന്ദരനല്ലേ? എനിക്കറിയാം. ഇതാണോ മറ്റേ? ഇതാ പുണ്യേട്ടൻ. ഇതിപ്പോ കണ്ടല്ലോ കുമാരി ചേച്ചി. ഇതമ്മ. അമ്മയെ കണ്ടിട്ട് പാവാണെന്ന് തോന്നല്ലോ. അമ്മ പാവോ? പാ ഞാൻ പറഞ്ഞുതരാം. കൊറേ ഉണ്ട് പറയണോ. നീ ഇവിടെ നിക്കാ? ആടി, ഞാൻ നടന്നെന്റെ വീടൊക്കെ ഒന്ന് കാണുമായിരുന്നു. അല്ല തീർത്ത എവിടെ? അവളവിടെ കൊളക്കരയിലും ഫോട്ടോസ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ എന്റെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ല അടിപൊളി വീട്. താങ്ക് യു. പഴക്കമുണ്ടല്ലേ? പഴക്കം ഉണ്ടോന്നോ? ഇതേ അച്ഛന്റെ 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 കാലത്തങ്ങാണ്ട് പണിതതാ. പിന്നെ എടി നീ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് പോവോ? പിന്നെ പോവാതെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ ഉടനെ പോവും. ആണോ? നല്ല ജോലിയാ? നല്ല ജോലിയാ, നല്ല സാലറിയും ഉണ്ട്. ആണല്ലേ? പിന്നെ ഷാഹിന, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താടി? നീ +2 തോറ്റ വിഷയം എഴുതിയെടുക്കാത്തേ? അത് ഏത്? അത് പറ്റില്ലടി. അതെന്താ പറ്റാത്തേ? അതെന്നെ കൊണ്ട് അന്നേരം ഓരോ കാര്യങ്ങൾ കൊണ്ട് പറ്റില്ല. എന്ത് കാര്യങ്ങള്? അതെങ്ങനെയും ഒന്ന് എഴുതിയെടുക്ക്. നിനക്കൊരു ഡിഗ്രി ഒക്കെ വേണ്ടേ? അത് വേണം. ഇനി അതൊന്നും പറ്റൂലടി. അതെന്താ പറ്റാത്തേ? അത് പറ്റണം. ഷാഹിന, നിന്റെ ചേച്ചി നിന്നെ താഴെ വെച്ച് എത്ര കളിയാക്കി നീ കേട്ടല്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് +2 എഴുതിയെടുത്ത് നല്ലൊരു ഡിഗ്രി എടുക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നോക്കണം. പിന്നെ ഷാഹിന, നിനക്കറിയാലോ പഠിക്കുന്ന സമയത്ത് നിന്റെ അത്ര പോലും ഞാൻ പഠിക്കില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് നല്ലൊരു ജോലി ഇപ്പൊ കിട്ടി. അപ്പൊ നീ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പഠിച്ച് പാസ്സായേ പറ്റൂ. എടി പിന്നെ കുളം എവിടാന്നാ നീ പറഞ്ഞേ? കുളം അവിടെ ഫ്രണ്ടിൽ തന്നെയാ. ഞാൻ ഒന്ന് കുളം നോക്കിട്ട് വരട്ടെ.
ശാഖര മുതലാളിയുടെ ഒരു കാര്യം പറയട്ടെ. എന്താ? അമ്പിളി മുതലാളിയുടെ കൂടെ പോകുമ്പോ വിശക്കുമ്പോ അപ്പ ചായ പലഹാരം മേടിച്ചു തരും. വിശക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ അമ്പിളി മുതലാളി എവിടെ ഉണ്ട്? അപ്പൊ തന്നെ വാങ്ങിച്ചു തന്നു. അതായത് കൂടിയില്ല പണിക്കാരെ സംരക്ഷിക്കേണ്ടത് ഓരോ മുതലാളിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ വിശക്കുന്നുണ്ട്. എന്നാ പോയി കഴിച്ചിട്ട് വാ, ഞാൻ നോക്കിക്കോളാം ഈ കാര്യങ്ങള്. അങ്ങനെ പണി നമുക്ക് ഉത്തരവാദിത്തമാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ടേടാ പോന്ന്. അവിടെ കണക്ഷൻ ഇല്ല നമുക്ക്. ഇവിടെ കണക്ഷൻ ഇല്ലാന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാം. ഇല്ല കണക്ഷന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊക്കെ പറ്റൂല. മനോഹരയുടെ പൊക്ക് വന്നാല് അത് നല്ല പണി നമ്മൾ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഏറ്റെടുക്കും. എനിക്കൊരു അസിസ്റ്റന്റ് ആക്കിയാലോ? ലേഡീസ് ആയാലും കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ മനോഹരയുടെ പോകുന്നത് തന്നെയാ നല്ലത്. എന്തിനി പോവില്ല. രവി മാഷ വീടാന്ന് അങ്ങോട്ട് പോകണ്ട. അയാൾക്ക് ടി വി കണ്ടാ ഞാൻ പ്രാന്താ. പിന്നെ എന്നെയും എന്താ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു ടി വി വണ്ടാത്തരം. അയാളാ കുട്ടികളെ വഴിതെറ്റിക്കുന്നു ടി വി കാണിക്കാണ്ട്. ഒന്നും മിണ്ടാതിരിക്കോ? മുണ്ടാണ്ടിരുന്നോണ്ട് കാര്യമുണ്ടാ? നടക്കുക കേട്ടോ. എന്തിനാ അങ്ങോട്ട് പോന്ന്? ആശയുണ്ട്. എന്താവശ്യം? മാഷേ